അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയമുള്ള നൂറെ മദീന കുടുംബാംഗങ്ങൾ, ഇന്ന് പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവാണ്. ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന വളരെ പവിത്രമേറിയ സമയമാണ്. ഓരോ വെള്ളിയാഴ്ച രാവും പകലും നമ്മിലേക്ക് കടന്നു വരുമ്പോൾ അതിനെ നിസ്സാരമാക്കി കളയാതെ വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ ചെയ്യേണ്ടുന്ന ചൊല്ലേണ്ടുന്ന പ്രധാനപ്പെട്ട ചില കർമ്മങ്ങളുണ്ട്. എല്ലാ വെള്ളിയാഴ്ച രാവിലും നമ്മൾ ഇതുപോലെ പറയുന്നത് പ്രത്യേകമായിട്ടത് പരിഗണിക്കാനും നമുക്കൊരുമിച്ച് കൂടി നിങ്ങളൊക്കെ പല ദുആ വസിയത്തുകളും ഇവിടെ താഴെ എഴുതി അറിയിക്കും. വെള്ളിയാഴ്ച രാവിൻ്റെ മജ്ലിസുകളിലൊക്കെ വെച്ച് ദുആ ചെയ്യാനൊക്കെ വേണ്ടിയാണെന്ന് അറിയിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ ദുആ വസിയത്തുകൾ താഴെ എഴുതി അറിയിക്കണം. ഇന്നത്തെ വെള്ളിയാഴ്ച രാവിൻ്റെ മജ്ലിസിലും നാളത്തെ പകലിലെ മജ്ലിസിലും പ്രത്യേകം ദുആ ചെയ്യും. മനസ്സിൽ നീറിക്കിടക്കുന്ന വിഷമങ്ങൾ പ്രയാസങ്ങളൊക്കെ എഴുതി അറിയിക്കുക. ഇൻഷാ അല്ലാഹ് വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. താല്പര്യമുള്ള രക്ഷിതാക്കൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ മക്കളൊക്കെ പുതിയ കാലത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യം എന്താണെന്ന് നമുക്ക് വളരെ കൃത്യമായി അറിയാം. അവർ നിസ്കരിക്കാൻ താല്പര്യമില്ലാതെ അവർ പ്രത്യേക ഏതെങ്കിലുമൊക്കെ ട്രെൻഡുകളുടെ പിറകെ സഞ്ചരിക്കുന്നു. നമ്മളൊക്കെ നമ്മുടെ മക്കളെ കൊണ്ട് പ്രതീക്ഷിക്കുന്നത് എന്താ? മരണപ്പെടുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമ ചൊല്ലി മരിച്ച് നമ്മൾ 6 അടി മണ്ണിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന സമയത്ത് നമ്മുടെ ഖബറും പുറത്ത് വന്ന് നമ്മുടെ മക്കൾ ദുആ ചെയ്യണം. അതാണ് ഈ ദുനിയാവിൽ നമ്മൾ മക്കളെ കൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത്, അല്ലേ? ഇത് ചില മക്കൾ മയ്യത്ത് നിസ്കരിക്കാൻ അറിയൂല. നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ മയ്യത്ത് നിസ്കരിക്കാൻ അറിയാത്ത മക്കളുണ്ടാകാൻ പാടുണ്ടോ? അവർക്കതിനോട് താല്പര്യമില്ല. അവർക്ക് അത്തരം വിഷയങ്ങൾക്ക് ചെയ്യാൻ കാര്യങ്ങളൊന്നും അറിയൂല. ദീനീ ചിട്ടയിൽ മക്കളെ വളർത്തുക എന്നുള്ളതാണ്. പുതിയ കാലത്ത് നമ്മളൊക്കെ കേൾക്കുന്നുണ്ട്, മക്കളൊക്കെ കള്ളിനും കഞ്ചാവിനും ലഹരിക്കും മദ്യത്തിനൊക്കെ അടിമപ്പെട്ട് കൊലപാതകങ്ങളിലും കേസുകളിലൊക്കെ പെട്ട് MDMA ഉൾപ്പെടെയുള്ള മാരകമായ ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെട്ട് പോലീസ് സ്റ്റേഷനുകളിലും ജാമ്യം ഇല്ലാ വകുപ്പൊക്കെ ഉൾപ്പെടുത്തിയിട്ട് മാതാപിതാക്കൾ കണ്ണുനീര് കുടിക്കുന്ന എത്രയോ അനുഭവങ്ങൾ ഈ വിനീതന് തന്നെ നേരിട്ട് കേട്ടിട്ടുണ്ട്. നമ്മുടെ മക്കളെ ദീനീ ചിട്ടയിൽ വളർത്താൻ ഇപ്പോൾ തയ്യാറാകണം, എന്നാലേ കിട്ടുള്ളൂ, അല്ലാതെ കിട്ടൂല. ചിലർ പറയും 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് തുടങ്ങാം, +2 കഴിഞ്ഞിട്ട് തുടങ്ങാം. അപ്പോഴൊന്നും മക്കളെ തിരിച്ചു കിട്ടൂല. ഈ പ്രായത്തിൽ അതിന് കിട്ടും. 7ാം ക്ലാസ് മുതൽ നമുക്ക് അഡ്മിഷൻ ഉണ്ട്. നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. തികഞ്ഞ അച്ചടക്കത്തിൽ, ആത്മീയാന്തരീക്ഷത്തിൽ, ഗൃഹാന്തരീക്ഷത്തിൽ അവർക്ക് വിദ്യാഭ്യാസവും നൽകി നല്ല രൂപത്തിൽ അവരെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. നമ്മുടെ മുത്തഅല്ലിമീങ്ങളെ, മക്കളെ, വിദ്യാർത്ഥികളെ നിങ്ങൾ തന്നെ പലപ്പോഴും വീഡിയോസിലും മറ്റുമൊക്കെ കണ്ടതാണ്. അവരതിൽ അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിയതാണ്. പൂർണ്ണമായിട്ടും അവരെ നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളായി ദീനറിയുന്ന അള്ളാനെ പേടിച്ച് ജീവിക്കുന്ന മക്കളായിട്ട് നമുക്ക് തിരിച്ചു നൽകാൻ സാധിക്കും. ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. മലപ്പുറം ജില്ലയിലാണ് നമ്മുടെ സ്ഥാപനം ഉള്ളത് എന്നുള്ളത് അറിയിക്കുകയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വെള്ളിയാഴ്ച രാവ് പകല് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നാം വളരെയധികം ഗൗരവത്തോടുകൂടെ പരിഗണിക്കേണ്ടതാണ്. വെള്ളിയാഴ്ച ജുമുഅക്ക് പള്ളിയിൽ സന്നിഹിതരായിട്ടുള്ള വിശ്വാസികളോട് മുഅദ്ദിൻ വിളിച്ചു പറയുന്നത് വഈദുല്ലിൽ മുഅ്മിനീൻ എന്നാണ്. മുഅ്മിനീങ്ങളുടെ ആഘോഷമാണ് വെള്ളിയാഴ്ച ദിവസം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച ദിവസം നമ്മൾ നന്നായിട്ട് പരിഗണിക്കണം. നമ്മൾ നന്നായിട്ട് അതിലേക്ക് ഇറങ്ങണം. ഇബാദത്തുകളിൽ സജീവമാകണം. ഞാൻ എല്ലാ വീഡിയോസിലും വെള്ളിയാഴ്ച രാവിൻ്റെ വീഡിയോസിൽ പറയാറുള്ളതാണ്, പഴയ കാലം മുതലേ നമ്മുടെ മദ്രസകൾക്ക് ദർസുകൾക്കൊക്കെ ലീവുള്ളത് വ്യാഴാഴ്ച ഉച്ച മുതലാണ്. എന്തുകൊണ്ടാണ് വ്യാഴാഴ്ച ഉച്ച മുതൽ ലീവ് വരാനുള്ള കാരണം എന്നറിയോ? വ്യാഴാഴ്ച ഉച്ച മുതൽ ലീവ് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം വ്യാഴാഴ്ച ഉച്ചക്കാണ് യഥാർത്ഥത്തിൽ വെള്ളിയാഴ്ചത്തേക്കുള്ള ഒരുക്കം തുടങ്ങുന്നത്. എങ്ങനെ വെള്ളിയാഴ്ചത്തേക്കുള്ള ഒരുക്കം വ്യാഴാഴ്ച ഉച്ചക്ക് തുടങ്ങുന്നു? വ്യാഴാഴ്ച ഉച്ച മുതൽ നഖം മുറിച്ച് ശുദ്ധിയാകുന്നു. അതേപോലെ തന്നെ ശരീരത്തിലെ മുടി അതേപോലെ നീക്കം ചെയ്യേണ്ടതൊക്കെ നീക്കം ചെയ്ത് താടിയും മുടിയൊക്കെ വൃത്തിയാക്കി അലക്കാനുള്ളതൊക്കെ അലക്കി വെള്ളിയാഴ്ച രാവ് മുതൽ നല്ല വസ്ത്രത്തോടുകൂടെ
ആ മഗ്രിബ് എന്ന് പറഞ്ഞാൽ ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന രാവാണ് വെള്ളിയാഴ്ച രാവ്. പഴയകാലം മുതലേ വെള്ളിയാഴ്ച മോന്തി എന്ന് പറയുന്ന ആ പവിത്രമേറിയ രാവ് നമ്മൾ ഹയാത്താക്കേണ്ടതാണ്. അതുകൊണ്ട് ഇതിങ്ങനെ നിരന്തരം പറയുമ്പോൾ നമുക്കൊക്കെ അതിലൊരു ശ്രദ്ധ ഉണ്ടാകും എന്നുള്ളതുകൊണ്ടാണ് പറയുന്നത്. എന്തൊക്കെയാണ് വെള്ളിയാഴ്ച രാവിലും പകലിലൊക്കെ ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത്? ആദ്യമായിട്ട് 1000 ഇസ്തിഗ്ഫാർ ചൊല്ലാൻ സാധിക്കുമെങ്കിൽ ദാറ്റ്സ് ബെറ്റർ വേ. അതേറ്റവും നല്ലൊരു വഴിയാണ്. എന്തിനുള്ള വഴി? നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വലിയ ബറക്കത്ത് ലഭിക്കാൻ. നമ്മുടെ പല കാര്യങ്ങളും മുടങ്ങിക്കിടക്കുന്നത് ശരിക്കും നമ്മുടെ പാപങ്ങൾ കൊണ്ടാണ്. അതെപ്പോഴെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ? നമ്മൾ ചെയ്യുന്ന ദോഷങ്ങൾ കൊണ്ട്. എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്ന ദോഷങ്ങൾ കൊണ്ട് ഇതൊക്കെ മുടങ്ങിക്കെടുക്കാനുള്ള കാരണം? അള്ളാഹു നമുക്കൊരുപാട് അനുഗ്രഹങ്ങൾ നൽകി. നിങ്ങളിപ്പോൾ ഇത് കേൾക്കുമ്പോൾ വളരെ റാഹത്തോടുകൂടെ എൻ്റെ ശബ്ദം കേൾക്കുന്നു. നിങ്ങളിൽ പലരും എൻ്റെ വീഡിയോസ് വളരെ കൃത്യതയോടുകൂടെ കാണുന്നു യൂട്യൂബിലൂടെ. ഇതൊക്കെ ഇങ്ങനെ കാണാനും കേൾക്കാനും റബ്ബ് നമുക്ക് ജന്മനാ നൽകിയ കഴിവ് ഇതുവരെ നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടില്ല. ഇതുവരെ അതിന് പോരായ്മകൾ ഉണ്ടായിട്ടില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എത്രയോ ആളുകൾക്ക് ജന്മനാ അവർ കേൾവി ശക്തി ഇല്ലാതെയാണ് ജനിച്ചിട്ടുള്ളത്. അവർക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ല. അവർ ഏതോ ഒരു മൂകതയുടെ ലോകത്താണ് അവരുള്ളത്. ജന്മനാ കാഴ്ചയില്ലാത്ത ആളുകളുണ്ട്. അവർക്കിതൊന്നും കാണാൻ പറ്റുന്നില്ല. അവർക്ക് കേൾക്കാൻ മാത്രമേ പറ്റുന്നുള്ളൂ. അവരുടെ ലോകത്തിനെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. കാഴ്ചശക്തി ഇല്ലാത്തവരെക്കുറിച്ച് അള്ളാഹു നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമല്ലേ അത്. വേറൊരു കാര്യം ഞാൻ പറയാം. ഇവിടെ പലപ്പോഴും ഡയാലിസിസ് രോഗികൾ വരാറുണ്ട്. ഇത്തരം ഡയാലിസിസ് രോഗികൾ വരുന്ന സമയത്ത് നമ്മോട് പറയുന്ന പ്രധാനപ്പെട്ടൊരു വിഷയമാണ് അവർക്ക് ആഴ്ചയിൽ 3 തവണയൊക്കെ ഡയാലിസിസ് ചെയ്യേണ്ടി വരും. മാസത്തിൽ വലിയൊരു എക്സ്പെൻസ് അവർക്ക് ചിലവാകുന്നുണ്ടെന്നുള്ളത്. ഒരു മാസത്തിൽ ഭീമമായ തുകയുണ്ട്. ഒരു 10, 50, 60 റുപ്യൊക്കെ ചിലവാകുന്നവരുണ്ട്. ഒരു മാസത്തിൽ 60,000 രൂപയ്ക്ക് അതിനു വേണ്ടി സാമ്പത്തിക നഷ്ടം സംഭവിക്കുന്നവരുണ്ട്. ഒരു മാസത്തിൽ എത്രയാണെങ്കിൽ ഒരു വർഷത്തിൽ എത്രയായി? നല്ല പൈസ ഇതിന് ചിലവാകുന്നില്ലേ? അപ്പം അങ്ങനെ ലക്ഷക്കണക്കിന് പൈസ ഒരു മാസം തന്നെ, ഒരു വർഷം തന്നെ, 2 വർഷം. അപ്പോൾ ആയുസ്സിൽ എത്ര പൈസ ഇതിന് ചിലവാകും? ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഞാൻ അതിൻ്റെ ഒരു ചെറിയൊരു കാൽക്കുലേഷൻ എടുത്ത് കാണിച്ചുതരാം. മാസത്തിലൊരു 40,000 അതിന് ചിലവാണ്. വേറെയും ഒരുപാട് ട്രീറ്റ്മെൻ്റ് ഉള്ള ആളുകളാണ് പറയുന്നത്. ഒരു ചുരുങ്ങിയ ലെവലിലാണ് പറയുന്നത്. അപ്പോൾ ഒരു 12 മാസം എന്ന് പറയുമ്പോൾ 5 ലക്ഷം രൂപ ഏകദേശം വരുന്നുണ്ട്. 5 ലക്ഷം എന്ന് പറയുമ്പോൾ അത് ഒരു 12 മാസത്തിനാവുമ്പോൾ 57-60 ലക്ഷം, 1/2 കോടിയിലധികം രൂപ ഒരു വർഷത്തിൽ ചിലവാകുന്നുണ്ട്. അപ്പോഴാണ് റബ്ബ് നമുക്ക് നൽകിയ അനുഗ്രഹത്തിനെക്കുറിച്ച് ആലോചിച്ച് നോക്കേണ്ടത്. അള്ളാഹു നമുക്ക് ഇതൊന്നും നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടില്ല. ഈ ഡയാലിസിസ് സെൻ്ററുകളിലൊക്കെ പോയവർക്കറിയാം, അതിനെ കൂട്ടിക്കൊണ്ടുപോകുന്ന കൂട്ടിരിപ്പുകാർക്കറിയാം. നമ്മുടെ ശരീരത്തിലുള്ള ബ്ലഡ് മുഴുവനും ഒരു മെഷീനിലേക്ക് അവരെത്തിച്ച് പ്യൂരിഫൈ ചെയ്ത് നമ്മുടെ ശരീരത്തിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരികയാണ്. ആ ഒരു പ്രോസസ്സ് ഏകദേശം ഒരു വർഷം 1/2 കോടിയോളം വില വരുന്നൊരു പ്രോസസ്സ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് സൗജന്യമായി നൽകിയിരിക്കുകയാണ്. അതിനെക്കുറിച്ച് ആലോചിച്ച് നോക്കുമ്പോഴാണ്, ഓരോ വിഷയത്തിനെക്കുറിച്ചും അങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ റബ്ബ് നമുക്ക് നൽകിയ വലിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് മുഅ്മിനീങ്ങൾ പല വിഷമങ്ങളും പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞ് ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദുകളും അള്ളാഹു ഹാസിലാക്കി കൊടുക്കട്ടെ. അപ്പോൾ നമ്മൾ പറയുന്ന ആശയം എന്ന് പറയുന്നത്, നമ്മൾ ചെയ്യേണ്ടത് കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇസ്തിഗ്ഫാർ അത് നമ്മൾ ധാരാളമായിട്ട് വർദ്ധിപ്പിക്കുക. 1000 ഇസ്തിഗ്ഫാറെങ്കിലും വെള്ളിയാഴ്ച രാവിലെ ചൊല്ലണം. 1000 ഇസ്തിഗ്ഫാർ ചൊല്ലുമ്പോൾ സംഭവിക്കുന്നത്, നമ്മളുടെ പല കാര്യങ്ങളും മുടങ്ങിക്കിടക്കുന്നത് നമ്മുടെ പാപങ്ങൾ കാരണമായിട്ടാണ്. നമുക്ക് ജോലിയിൽ റാഹത്തില്ലാത്തത്, മക്കളിലെ സന്തോഷമില്ലാത്തത്, നമ്മൾ റബ്ബിനോട് ചെയ്ത ഈ അക്രമത്തിൻ്റെയും ഈ അനീതിയുടെയും കാരണം കൊണ്ടാണ്. പറഞ്ഞ സമയത്ത് നിസ്കരിക്കുന്നില്ല. അതൊക്കെ റബ്ബ് പുറത്തു തരാൻ വേണ്ടി അള്ളാഹിനോട് നമ്മൾ ചോദിക്കണം, അല്ലേ? അപ്പോൾ ഇസ്തിഗ്ഫാർ മറക്കരുത്. വെള്ളിയാഴ്ച രാവിലെ സ്വലാത്ത് 100 സ്വലാത്ത്, ചുരുങ്ങിയത് 100 സ്വലാത്ത് ചൊല്ലണം. 300 സ്വലാത്താണ് ചൊല്ലേണ്ടത്. പറ്റില്ല എങ്കിൽ 100 സ്വലാത്ത് ചൊല്ലണം. സയ്യിദുൽ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം. സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ലൊരു മാർഗ്ഗമാണ് സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ ആത്മാർത്ഥമായിട്ട് റബ്ബിൻ്റെ മുമ്പിൽ തൗബ ചെയ്യണം. തൗബ ചെയ്യാൻ സാധിക്കുമെങ്കിൽ, അതിന് കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല, പെട്ടെന്ന് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ തുടങ്ങിയിട്ട് വെള്ളിയാഴ്ച രാവിലെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് രാത്രി കിടന്നുറങ്ങാൻ സമയത്ത്, ഞാനിത് കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞപ്പോൾ
ചില ആളുകളൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു, ഉസ്താദെ ഞാൻ ഉസ്താദിൻ്റെ വീഡിയോ കണ്ടതിന് ശേഷമാണ് അസ്മാഉൽ ഹുസ്ന പഠിച്ചത്. ഉസ്താദിൻ്റെ വീഡിയോയിൽ ഉസ്താദ് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടല്ലോ, തസ്ബീഹ് മാല കയ്യിൽ പിടിച്ച് കിടന്നുറങ്ങണം, കിടന്നുറങ്ങുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങനെ ചൊല്ലണം. നിങ്ങൾ ഉറങ്ങുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് അവസാനിപ്പിക്കുന്നതൊക്കെ അറിയാത്ത രൂപത്തിൽ അങ്ങനെ ആവണം. അതിങ്ങനെ ചൊല്ലുക, അതിൻ്റെ ഇടയിൽ ഉറങ്ങിപ്പോകണം. അങ്ങനെ ജീവിതശൈലിയാക്കി മാറ്റിയവരൊക്കെ ഉണ്ട്. അല്ലാഹു വലിയ ബറക്കത്ത് നൽകട്ടെ. നമ്മുടെ സംസാരമൊക്കെ അവർക്കൊരു മോട്ടിവേഷൻ ആയിട്ടുണ്ടെങ്കിൽ അത് വലിയ ബറക്കത്താണ്. ജീവിതത്തിൽ പകർത്തിയാൽ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങൾ ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.